ശംഭുമാപതിം സുരഗുരും വന്ദേ ജഗത്കാരണം വന്ദേ പന്നകഭൂഷണം മൃഗധരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യശശാങ്കവന്യനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവശങ്കരം. കേരളത്തില് കാലടി ശങ്കരമഠത്തിൻ്റെ ഒരു ശാഖ എന്നൊക്കെ വിശേഷിപ്പിക്കുക. ഹൈദരാബാദില് ശങ്കരമഠത്തിൻ്റെ ആസ്ഥാന മന്ദിരത്തില് അവിടുത്തെ സർവസ്വവുമായിരിക്കുന്ന ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായത്. അദ്ദേഹം അതിന് എനിക്ക് നൽകിയ വിഷയം ശിവരാത്രി മാഹാത്മ്യത്തെക്കുറിച്ചാണ്. ശിവരാത്രി മാഹാത്മ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശിവപുരാണം, ദേവീഭാഗവതം, ഇതര പുരാണങ്ങൾ, ഇതിലൊക്കെ ശിവരാത്രിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പല പല കഥകളും ഉണ്ട്. ആ കഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ മാഹാത്മ്യം നിശ്ചയിച്ചിട്ടുമുണ്ട്, വർണ്ണിക്കുന്നുമുണ്ട്. എന്നാൽ ശ്രീമദ് ഭാഗവതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ശിവരാത്രി മാഹാത്മ്യത്തെക്കുറിച്ച് പറയുവാനാണ് ഞാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. കാരണം എല്ലാ പുരാണങ്ങളിൽ വെച്ച് മഹാകേമത്തുള്ള ഒരു പുരാണമാണ് ശ്രീമദ് ഭാഗവതം എന്നതിൽ എനിക്കെന്നല്ല, ഇന്ന് എല്ലാ ആചാര്യന്മാരും ഒരേപോലെ ഒരേ സ്വരത്തിൽ പറയുന്നതാണ് ഭാഗവതത്തിൻ്റെ മഹത്വം മറ്റൊന്നിനുമില്ല എന്ന്. അതിന് പ്രമാണമായിട്ട് പറയുന്ന കഥ പരീക്ഷത്തിൻ്റെ കഥ തന്നെയാണ്. ശൃംഗി എന്ന ഋഷീശ്വരൻ്റെ ശാപം സ്വീകരിച്ച പരീക്ഷിത്ത് ഇന്നയ്ക്ക് 7-ാം നാള് തക്ഷകന്റെ കടിയേറ്റ് മരിക്കും എന്നറിഞ്ഞ പരീക്ഷിത്ത് ഗംഗാനദീ തീരത്ത് പ്രായോപവേശം ചെയ്തിരിക്കെ അവിടെ അദ്ദേഹം യാതൊരു പ്രവൃത്തി ചെയ്താലാണോ ആത്യന്തികമായ ശ്രേയസ്സുണ്ടാവുക എന്നതറിയുവാൻ ഉത്കണ്ഠയോടുകൂടിയിരിക്കുന്ന സമയത്താണ് സജ്ജന അഗ്രഗണ്യനായിരിക്കുന്ന പരീക്ഷത്തിനെ അനുഗ്രഹിക്കുവാനായി നാനാ ഋഷീശ്വരന്മാരെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഗൗതമൻ, പിപ്പലായൻ, ആവിർഹോത്രൻ എന്നിങ്ങനെ വേണ്ട സർവ ഋഷീശ്വരന്മാരും ഓരോ സമയത്തായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. അവരവര് ഏതേതു ശാസ്ത്രങ്ങളിലാണോ പ്രാവീണ്യം നേടിയിരിക്കുന്നത് അതത് ശാസ്ത്രങ്ങളൊക്കെ അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഓരോരുത്തരും പ്രാവീണ്യം നേടിയിരിക്കുന്ന ശാസ്ത്രം അല്ലെങ്കിൽ പുരാണം, ഇതിഹാസങ്ങൾ ഇതൊക്കെ അദ്ദേഹത്തെ ധരിപ്പിച്ചു വെച്ചാലും അദ്ദേഹത്തിന് സംതൃപ്തി എന്നൊന്ന് ഉണ്ടായിട്ടില്ല. അപ്പം യാതൊന്ന് ശ്രവിച്ചാൽ, യാതൊന്നിനെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ സംതൃപ്തി ഉണ്ടാവുമോ? അത് അന്വേഷിച്ചിരിക്കുമ്പോഴാണ് ഭഗവാൻ വ്യാസപുത്രനായിരിക്കുന്ന ശ്രീശുഖബ്രഹ്മർഷി തത്രാഗമൽ ഭഗവാൻ വ്യാസപുത്രോ എതിർച്ഛയാകാം അടമാനോനപേക്ഷ. യാതൊരു ഫലേച്ഛയും കൂടാതെ കണ്ട് എതിർച്ഛയ ശ്രീശുഖബ്രഹ്മർഷി അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. എതിർച്ഛയ എന്ന പദം ഉപയോഗിക്കുന്നത് പണ്ഡിതന്മാർ പറയുക ഭഗവാന്റെ നിശ്ചയം യാതൊന്നാണോ ആ സമയത്താണ് എതിർച്ഛയ എന്ന പദം പ്രയോഗിക്കുക. അപ്പോൾ ഭഗവത് നിശ്ചയമനുസരിച്ച് ഭഗവാൻ വ്യാസപുത്രൻ ശ്രീശുഖബ്രഹ്മർഷി അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടോ അദ്ദേഹം സപ്താഹ രൂപത്തിൽ 7 ദിവസം കൊണ്ട് ശ്രീമദ് ഭാഗവതം അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു, പാടി കേൾപ്പിച്ചു. ശ്രീമദ് ഭാഗവതം കേട്ട മാത്രയിൽ തന്നെ ഇനി എനിക്ക് അറിയേണ്ടതായിട്ടൊന്നുമില്ല, ഞാൻ വിറകിന് സമാനമായി തീർന്നിരിക്കണു. തക്ഷകനോ എത്ര തക്ഷകന്മാർ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലും എനിക്ക് യാതൊരു ഭയവുമില്ല, ഞാൻ വൈകുണ്ഠലോകത്തെ പ്രാപിച്ചിരിക്കണു എന്ന ആ ഒരു ചിന്താധാര അദ്ദേഹത്തിൽ ഉദിച്ചത്. ഇനി യാതൊന്നും ക്ലേശിക്കേണ്ടതില്ല, ഇനി അറിയേണ്ടതായിട്ട് യാതൊന്നുമില്ല എന്ന പൂർണ്ണ സംതൃപ്തനായി തീർന്നത് ശ്രീമദ് ഭാഗവതം എന്ന ഗ്രന്ഥം ശ്രവിച്ച മാത്രയിലാണ്. എന്നതുകൊണ്ട് ഭാഗവതത്തെയാണ് പ്രമാണമായി, അടിസ്ഥാനമായി ഞാൻ
മഹാശിവരാത്രിയുടെ മാഹാത്മ്യം പറയുവാൻ പ്രമാണമായി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അടിസ്ഥാനമായി സ്വീകരിക്കുന്ന ഗ്രന്ഥം ശ്രീമദ് ഭാഗവതം ആണ്. അതുകൊണ്ടാണ് ഭാഗവതത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ ശിവരാത്രി മാഹാത്മ്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്.